അങ്ങനെ നമ്മൾ അടുത്ത ലോഡ് പൈപ്പിൻ്റെ ലോഡ് കയറ്റിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കണ്ടാലയുടെ താഴെയാണല്ലോ കേട്ടോ. 2 വണ്ടി, ഒരു വണ്ടിയിലുണ്ട്, 3 വണ്ടിയുണ്ട്, ഒരു വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദാവൻഗിരി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദാവൻഗിരി. അപ്പോൾ നമ്മൾ ചനഗിരി റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. ചനഗിരി, ശാന്തിബന്നൂര്, ചനഗിരി, തിരൂർ ഈ റൂട്ടിൽ പോയിട്ടാണ് നമ്മൾ ലോഡ് ഇറക്കാൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി സൈറ്റുകളാണ് കേട്ടോ. ഫുള്ള് മറ്റേ അടയ്ക്കാത്തോട്ടോ, ഫുള്ള് അപ്പുറം ഇപ്പുറം ഇല്ല കേട്ടോ. അടയ്ക്കാത്തോട്ടം. തിരൂർ, ചനഗിരി, ബാട. ഈ റൂട്ട് നമ്മൾ ആദ്യം വരുന്നതാണ് കേട്ടോ. ഈ റൂട്ടിൽ ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടില്ല. അപ്പൊ ഈ റൂട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ടോൾ ഗേറ്റ് ഉണ്ട് ഈ റൂട്ടിൽ. ടോൾ ഗേറ്റ്, ടോൾ ഗേറ്റ് കറക്റ്റ് പാസിംഗ് ആട്ടോ. ശാന്തിബന്നൂർ, ചനഗിരി, തിരൂർ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. എന്തായാലും SH 76 കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ 76, സ്റ്റേറ്റ് ഹൈവേ 76. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കവുങ്ങും തോട്ടമാണ് ഫുള്ള് കേട്ടോ. അപ്പുറം ഇപ്പുറം എല്ലാം. നമ്മൾ ചലഗിരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചലഗിരി. റോഡിന് നടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നൊരു അപ്പൂപ്പൻ. നമ്മുടെ കമ്പനി വണ്ടി കണ്ട ഒരെണ്ണം നിൽക്കുന്നു. നമ്മൾ 3 വണ്ടി ഒരുമിച്ചല്ലേ ലോഡ് കയറ്റി. അതിൽ ഒരു വണ്ടി ഇതാണ്ട് നിൽക്കുന്നു. ഇവിടുന്ന് എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും കിട്ടണം മേടിച്ചെന്ന് തോന്നി വിചാരിച്ച് നിർത്തിയാണ് കേട്ടോ. നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ കമ്പനി വണ്ടി ഡ്രൈവർ അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കുക കേട്ടോ. കരിമ്പിൻ ജ്യൂസ് കട. ഒരു അങ്ങേറ്റത്തുണ്ട് ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷിമോഗ റോഡിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഷിമോഗ റോഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നയാരയുടെ പമ്പ് ഇഷ്ടം പോലെ പമ്പുകൾ ഇപ്പോൾ വഴിയിലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയെല്ലാം നയാരയുടെ പമ്പുകൾ. ഇതെല്ലാം ലെഫ്റ്റ് സൈഡിൽ നയാരയുടെ പമ്പ്
അടിപൊളി പമ്പുകൾ ഓപ്പണായി. നമ്മൾ വരുന്ന വഴിക്ക് തന്നെയുള്ള ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ ഇത്. സ്ഥലത്തിന്റെ പേരെന്താന്നൊരു പിടുത്തമില്ല. സ്ഥലത്തിന്റെ പേരെന്നാന്നൊരു പിടുത്തമില്ല കേട്ടോ. ശകലം പച്ചക്കറി വാങ്ങണം. നല്ല വീതിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 367ലേക്ക് 69ലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഷിമോഗ 46 റൈറ്റ്, വിരൂര് ചിത്രദുർഗ 59. നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം പോവാൻ. ലാൻഡ് ഓഫ് ചനഗിരി. റൈറ്റ് തിരിഞ്ഞാൽ ചനഗിരി റോഡ്. ചനഗിരി റോഡിൽ തിരിയണം. Turn left onto Machanayakanahalli Road. Welcome to Chanagiri Road. Foods items കിടപ്പുണ്ട്. നമ്മുടെ ഓറഞ്ചിന് കിലോയ്ക്ക് 80 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. നാഗ്പൂർ ഓറഞ്ച്. തണ്ണിമത്തൻ ഉണ്ടോ? അപ്പോൾ നമ്മുടെ കേരള വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഈ വഴി വരുന്നുണ്ട് കേട്ടോ. പോയുണ്ടോ? ബ്ലാസോ ഉണ്ടോ? ബ്ലാസോ. പിന്നെ എവിടെ നോക്കിയാലും കവുങ്ങ് കൂടുതലും കേട്ടോ. നോക്കി കവുങ്ങും തോട്ടം നോക്കി, ഫുള്ള് കവുങ്ങ്. അപ്പോൾ ഇത് നേരെ നമുക്ക് ചിക്മംഗ്ലൂരൊക്കെ പോകാവുന്ന റോഡാട്ടോ. ചിക്മംഗ്ലൂര്, പിന്നെ ഷിമോഗ, അരസിക്കര, അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റിയ റോഡാണ്. ഇവിടെ ഇന്ന് റേഞ്ച് ഇല്ല കേട്ടോ. നമ്മുടെ സിമ്മിന് റേഞ്ച് കിട്ടുന്നില്ല ഇവിടെ. ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ആനയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ചെറിയൊരു വനത്തിൽ കൂടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത് കേട്ടോ. ഫുള്ളായിട്ടും റേഞ്ചില്ല, പക്കായിട്ട് റേഞ്ചില്ലാത്ത ഏരിയയിൽ കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ കമ്പനി വേണ്ടി ഇത് പുറകെ വരുന്നുണ്ട്. ആന ക്രോസ് ചെയ്യുന്ന വഴിയാണ് കേട്ടോ. അവിടെ എല്ലാം ആനയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതാണോ അങ്ങേറ്റ ആനയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ക്രോസിങ്, എലിഫന്റ് ക്രോസിങ്. എന്തോ കെട്ടി വെച്ച് വലിച്ചോണ്ട് പോകുന്നു നോക്ക്. അപ്പൊ ഇത് നമ്മൾ തുംഗഭദ്ര ലേക്കിന്റെ ഒക്കെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ കഴിയുമ്പോൾ തുംഗഭദ്ര ലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് ഹൈവേ 76 കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചിക്മംഗ്ലൂർ 82, ഭദ്രാവതി 37. പോത്തുംകൂട്ടമാണ്, മതിയായ പോത്തുംകൂട്ടം കേട്ടോ. നമുക്ക് എന്ത് പോത്താണ്? പോത്ത്, മൂരി, കാള, എല്ലാ സാധനവും ഉണ്ടല്ലോ ഇതിനകത്ത്. വാവ്, തുംഗഭദ്ര ലേക്ക്.
തുങ്കഭദ്രയിലേക്ക്. അങ്ങനെ നമ്മൾ തുങ്കഭദ്ര ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് സുഹൃത്തുക്കളെ. നമുക്ക് നല്ല അടിപൊളി സീനറി കേട്ടോ. ഇഷ്ടംപോലെ മീനും കാണും ഇവിടെ. നല്ല അടിപൊളി മീൻ കിട്ടുന്ന സ്ഥലം കേട്ടോ അവിടെ. തുങ്കഭദ്ര ലേക്കിൽ നിന്നുള്ള മീൻ. വണ്ടർഫുൾ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ എല്ലാം. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. In 200 meters, turn right onto National Highway 69. തിരുക്കേരി ഭദ്ര ഡാം, ഷിമോഗ, ജോഗ് ഫാൾസ് 154. ഇവിടെ എത്തി നമ്മൾ കേട്ടോ. നമ്മൾ ഈ വഴി പണ്ട് നമ്മൾ ഗ്യാസ് വണ്ടി ആയിട്ട് വന്നിട്ടുള്ള വഴിയാട്ടോ. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് ഷിമോഗയിൽ, ഒരു IOC പ്ലാന്റ് ഉണ്ട്. അത് ഈ വഴി തന്നെയാണ് ഇനി. തന്നെ ഇവിടുന്ന് ജോയിന്റ് ആവുന്നൊരു വഴിയുണ്ട്. Turn right onto National Highway 69. ഓക്കെ മാഡം റൈറ്റ് തിരിക്കണം അല്ലേ? ശരി റൈറ്റ് തിരിഞ്ഞേക്കാം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. പുതിയ റോഡ് പണി നടക്കുവാണിത്. കൊള്ളാലോ. In 300 meters, turn left. ഇതേതോ പുതിയ ഹൈവേയുടെ പണി നടക്കും കേട്ടോ. പുതിയല്ല, പഴയ റോഡ് വീതി കൂട്ടി ഹൈവേ ആക്കുന്ന. ഇത് നേരെ നമുക്ക് ഷിമോഗയ്ക്ക് കയറുന്ന വഴി കേട്ടോ. അതാ തിരുക്കേരി ഷിമോഗ. പാള കെട്ടി വെച്ചേക്കുന്നത് കൊണ്ടുപോകാനായിട്ട്. കമുകിൻ്റെ പാള. മുളിയാങ്കിരി, ചിക്കമംഗലൂരു, ധർമ്മപുരി, ദാത്താപ്പേട്ട. സ്ഥലത്തിൻ്റെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഇറക്കാനുള്ള ലൊക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഡ് ഇറക്കേണ്ട സ്ഥലം എത്തി കേട്ടോ. അങ്ങനെ 2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കേണ്ട സ്ഥലമാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ അടുത്തൊരു കടയുണ്ട്. ഇവിടെ നിന്ന് ഹെൽമറ്റ് പോലും ഇല്ലാതെ ആൾക്കാർ 3 പേരൊക്കെ ഒരു ബൈക്കിൽ ഹെൽമറ്റ് പോലും ഇല്ലാതെ നടക്കണം. ഇതിന് ആർക്കും ഹെൽമറ്റ് വേണ്ട കേട്ടോ. അടാറ് മരങ്ങളാവട്ടോ റോഡ് സൈഡിൽ നിൽക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള മരം. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
നമ്മുടെ സൈറ്റ് എത്തിയ സുഹൃത്തുക്കളെ. ഇവിടെ കേട്ടോ നമ്മുടെ സൈറ്റ് കേട്ടോ. സെക്യൂരിറ്റി നമ്മൾ ഇറക്കേണ്ട സൈറ്റിലേക്ക് കഷ്ടപ്പാടാണല്ലോ. വണ്ടി ഒടിഞ്ഞു കയറണ ഇച്ചിരി പാടാണല്ലോ സൈറ്റ്. लास्ट इधर ही अंदर है. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കമ്പനിക്കകത്താണ് 2 ദിവസമായിട്ട് ഇവിടെ കിടക്കണം കേട്ടോ. അപ്പം മിനിഞ്ഞാന്ന് വന്നിട്ട് നമ്മളിവിടെ ഫുൾ റെസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെൽഡ് അടിച്ചപ്പം മട്ടിപ്പെയിൻറ്റ് അടിച്ചിട്ട് അതിന് വേണ്ടി കറുപ്പും പിന്നെ അതുപോലെ മഞ്ഞയൊക്കെ അടിച്ചു വിട്ടേക്കും കേട്ടോ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടിക്കുകയാണ്. നമ്മുടെ കമ്പനി വേണ്ടി ഡ്രൈവർ സൂര്യകുമാർ അഴീക്കൽ എന്നാണ് കേട്ടോ. കരുനാഗപ്പള്ളി. ആ നമ്മുടെ കമ്പനി വേണ്ടി ഡ്രൈവറാണേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് കൂടി പെയിൻ്റൊക്കെ ഫുൾ അടിച്ച് ഉണ്ടോ. ഓക്കെ ഓക്കെ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ട്രാക്ടറിൻ്റെ പുറകെ കയറി യാത്ര ചെയ്യുവാണ്. കേട്ടോ, നമ്മളിവിടെ
അടുത്തൊരു കടയിലോട്ട് പോകുന്ന ഭാഗം കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങേറ്റത് നടക്കുന്നത്. നമ്മുടെ സൂര്യകുമാറും ഉണ്ട്, നമ്മുടെ കമ്പനി ഡ്രൈവർ ഉണ്ട്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. കൽഹാട്ടി ഫാൾസ്, കെമ്മനഗുണ്ടി, ഹബി ഫാൾസ്, ഡറ്റേപ്പട്ട, മുളിയങ്കിരി, മുത്തോടി സ്ഥലപ്പേര കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെ പക്ക പോസ്റ്റായിട്ട് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടക്കറിയും ദോശയും ചൂടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഗോതമ്പ് ദോശ, മുട്ടക്കറി വെക്കാനുള്ള പരിപാടി. നമ്മളിവിടെ തന്നെ കിടക്കണം കേട്ടോ, ആൾട്ടായിട്ട്. ഇപ്പം നമ്മുടെ വണ്ടികളൊക്കെ ഓരോന്നോരോ നിറക്കാനായിട്ട് കൊണ്ട് നിർത്തുവാണ്. അവിടെ ഒരു വണ്ടി ലോഡ് ഇറക്കുന്ന ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ സുഹൃത്തുക്കളെ. ലോഡൊക്കെ ഇറക്കി നമ്മൾ കാലിയാണ്. ഇപ്പം അടുത്ത ലോഡ് കയറ്റണം.